IT ജോലി സ്വപ്നം കാണുന്നവരും നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവരുമായ മലയാളികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ നിർണായകമായ ഒരു വാർത്തയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ടെക് ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റിൽ അടുത്തിടെ നടന്ന പിരിച്ചുവിടലുകളും അതിനെ തുടർന്ന് അവിടെ പുകയുന്ന വംശീയ വിവാദങ്ങളും ഇപ്പോൾ അമേരിക്കയിൽ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. ഇത് വെറും ഒരു കമ്പനി പ്രശ്നമല്ല, മറിച്ച് അവിടെയുള്ള H1B വിസക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ IT പ്രൊഫഷണലുകളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രഖ്യാപനത്തോടെയാണ്. തങ്ങളുടെ ആകെ ജീവനക്കാരുടെ 2.1%, അതായത് ഏകദേശം 4800 ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചു. ഇതിൽ ഭൂരിഭാഗവും അവരുടെ പ്രശസ്തമായ എക്സ്ബോക്സ് ഗെയിമിംഗ് വിഭാഗത്തിലാണ്. ഇതോടെ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ ട്രോളുകളും രംഗത്തെത്തി. അവരുടെ പ്രധാന ലക്ഷ്യം മറ്റാരുമല്ല, എക്സ്ബോക്സിന്റെ CEO ആയ ആശാ ശർമ്മയാണ്. ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ ഈ ഉയർന്ന പദവിയിലിരുന്ന് അമേരിക്കക്കാരുടെ ജോലി കളഞ്ഞ് പകരം ഇന്ത്യയിൽ നിന്നുള്ള H1B വിസക്കാരെ തിരികെ കയറ്റുന്നു എന്നതാണ് ഇവരുടെ പ്രധാന ആരോപണം. ഇന്ത്യൻ സ്വജനപക്ഷപാതം എന്നുവരെ ഇതിനെ ചിലർ വിശേഷിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മൈക്രോസോഫ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി ഫ്രാങ്ക് എക്സ് ഷാ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ആശാ ശർമ്മ അമേരിക്കയിലെ വിസ്കോൺസിനിൽ ജനിച്ച് അവിടെ തന്നെ പഠിച്ച ഒരു അമേരിക്കൻ പൗരയാണെന്നും എക്സ്ബോക്സ് ബിസിനസ് വലിയ ലാഭത്തിലല്ലാത്തതുകൊണ്ടാണ് ഈ പുനഃക്രമീകരണം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, പിരിച്ചുവിട്ടവരിൽ ഭൂരിഭാഗവും അമേരിക്കക്കാരല്ല, മറിച്ച് വിദേശ തൊഴിലാളികളാണെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ വംശീയ വിവാദങ്ങൾക്കിടയിലാണ് അമേരിക്കൻ രാഷ്ട്രീയം കത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വളരെ കർശനമായ ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്ക് തന്നെ എന്ന നയം അവർ വീണ്ടും ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അമേരിക്കയിലെ H1B വിസ തട്ടിപ്പുകളെ കുറിച്ച് ലേബർ ഡിപ്പാർട്ട്മെന്റ് വലിയൊരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള തട്ടിപ്പുകാരും വലിയ കോർപ്പറേറ്റുകളും ഈ വിസ പ്രോഗ്രാം ദുരുപയോഗം ചെയ്ത് അമേരിക്കക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അത്തരം വിസ ചൂഷകരെ അമേരിക്കയിലേക്ക് കടത്തി വിടില്ലെന്നുമാണ് വാൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയിലെ H1B വിസകളിൽ 70%-ലധികം സ്വന്തമാക്കുന്നത് ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. ഇതിൽ വലിയൊരു പങ്ക് മലയാളികളുമുണ്ട്. അതിനാൽ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി മുതൽ പുതിയ H1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും നിലവിലുള്ള വിസ പുതുക്കാൻ ശ്രമിക്കുന്നവർക്കും ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് കടുത്ത പരിശോധനകൾ നേരിടേണ്ടി വന്നേക്കാം. ചെറിയൊരു സാങ്കേതിക പിഴവുണ്ടായാൽ പോലും വിസ റിജക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വംശീയ അധിക്ഷേപങ്ങളും സർക്കാർ അന്വേഷണങ്ങളും ഭയന്ന് വലിയ ടെക് കമ്പനികൾ വിദേശത്തു നിന്നുള്ള പ്രതിഭകളെ സ്പോൺസർ ചെയ്യാൻ മടിച്ചേക്കാം. ഇത് ഇൻഫോസിസ്, TCS പോലുള്ള കമ്പനികൾ വഴി ഓൺസൈറ്റ് സ്വപ്നം കാണുന്ന മലയാളികൾക്ക് തിരിച്ചടിയാണ്. ചുരുക്കം പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ US-ലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കടുത്തേക്കാം. അമേരിക്കയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി IT ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ യോഗ്യതകളും രേഖകളും 100% കൃത്യതയോടെ സൂക്ഷിക്കുക എന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുക.